മഹാരാഷ്ട്രയിലെ ശിവനേരി കോട്ടയിൽ 1630 ഷാഹാജി ഭോസ്ലെയുടെയും ജിജാബായിയുടെയും മകനായാണ് ശിവാജി ജനിച്ചത്. പിതാവ് ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ കീഴിൽ ഒരു സൈന്യാധിപൻ ആയിരുന്നതിനാൽ ശിവാജിയെ വളർത്തിയത് അമ്മ ജിജാബായിയും ഗുരുവായിരുന്ന ദാദാജി കൊണ്ടദേവുമാണ്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വീരകഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നത്. ഈ കഥകൾ ആ ചെറിയ കുട്ടിയിൽ നീതിബോധവും അചഞ്ചലമായ ധൈര്യവും വളർത്തി. സ്വരാജ് എന്ന സ്വപ്നം വെറും 15-ാം വയസ്സിൽ ശിവാജി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം രായേശ്വർ ക്ഷേത്രത്തിൽ വെച്ച് ഒരു പ്രതിജ്ഞയെടുത്തു: സ്വന്തമായി ഒരു സ്വതന്ത്ര രാജ്യം അഥവാ സ്വരാജ് സ്ഥാപിക്കുക. വിദേശ ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1646 ബിജാപൂർ സുൽത്താനേറ്റിൽ നിന്ന് തോരണ കോട്ട പിടിച്ചെടുത്തുകൊണ്ടാണ് ആ മഹത്തായ പോരാട്ടത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. അഫ്സൽ ഖാന്റെ അന്ത്യം. ശിവാജിയുടെ വളർച്ച ബിജാപൂർ സുൽത്താനേറ്റിൽ കടുത്ത ഭയം സൃഷ്ടിച്ചു. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവർ തങ്ങളുടെ ഏറ്റവും കരുത്തനായ സൈന്യാധിപൻ അഫ്സൽ ഖാനെ അയച്ചു. 1659 പ്രതാപ്ഗഡ് കോട്ടയുടെ താഴെവച്ച് സമാധാന ചർച്ചയ്ക്കെന്ന വ്യാജേന അഫ്സൽ ഖാൻ ശിവാജിയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. ആലിംഗനം ചെയ്യുന്നതിനിടെ ശിവാജിയെ കൊലപ്പെടുത്താനായിരുന്നു ഖാന്റെ പദ്ധതി. എന്നാൽ ഈ ചതി മുൻകൂട്ടി മനസ്സിലാക്കിയ ശിവാജി വസ്ത്രത്തിനുള്ളിൽ ഇരുമ്പുകവചവും കയ്യിൽ ഒളിപ്പിച്ച പുലിനഖവും ധരിച്ചാണ് പോയത്. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച അഫ്സൽ ഖാനെ നിമിഷനേരം കൊണ്ട് ആ പുലിനഖം ഉപയോഗിച്ച് ശിവാജി വധിച്ചു. ശിവാജിയുടെ യഥാർത്ഥ ശത്രു ദില്ലിയിലെ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു. 1666 സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ആഗ്രയിൽ എത്തിയ ശിവാജിയെ ഔറംഗസേബ് ചതിയിലൂടെ വീട്ടുതടങ്കലിലാക്കി. എന്നാൽ തളരാൻ അദ്ദേഹം തയ്യാറായില്ല. തനിക്ക് അസുഖമാണെന്ന് വരുത്തിത്തീർക്കുകയും ദരിദ്രർക്ക് വിതരണം ചെയ്യാനെന്ന പേരിൽ വലിയ കൊട്ടകളിൽ മധുരപലഹാരങ്ങൾ പുറത്തേക്ക് അയക്കുകയും ചെയ്തു. ഒരു ദിവസം ആ മധുരപലഹാരങ്ങൾ വയ്ക്കുന്ന കൊട്ടകളിൽ ഒളിച്ച് ശിവാജിയും മകനും ആഗ്രയിലെ കനത്ത സുരക്ഷ ഭേദിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഛത്രപതിയാകുന്ന വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ച് സ്വതന്ത്ര മറാഠ സാമ്രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹം കിരീടമണിഞ്ഞു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഛത്രപതി എന്ന പദവി ലഭിക്കുന്നത്. യുദ്ധരംഗത്ത് ശത്രുവിനെ മിന്നലാക്രമണങ്ങളിലൂടെ കീഴ്പ്പെടുത്തുന്ന ഗറില്ല യുദ്ധമുറയിൽ അദ്ദേഹം അതിവിദഗ്ധനായിരുന്നു. കൂടാതെ ഇന്ത്യൻ തീരങ്ങളെ സംരക്ഷിക്കാൻ ശക്തമായ ഒരു നാവികസേന രൂപീകരിച്ചതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്നും വിളിക്കുന്നു. സ്വന്തം മതത്തെ സ്നേഹിക്കുമ്പോഴും മറ്റു മതങ്ങളെ ബഹുമാനിച്ച, കർഷകരെയും സ്ത്രീകളെയും സംരക്ഷിച്ച ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 1680 തന്റെ 50 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. എങ്കിലും അദ്ദേഹം കൊളുത്തിയ സ്വാതന്ത്ര്യത്തിന്റെ ദീപം പിന്നീട് ഇന്ത്യയൊട്ടാകെ പടർന്നു.